പ്രിയമുള്ളവരെ, ശംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം അങ്കമാലി രൂപതയിലെ കുർബാന വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് ഇറക്കിയൊരു വീഡിയോയുടെ താഴെ ഒരു സഹോദരൻ ഇപ്രകാരം ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അച്ഛൻ്റെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഒന്നുകൂടി ഇത് വായിച്ചു നോക്കണം. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തെ അച്ഛന്മാരും ആളുകളൊക്കെയാണ് ശരിയെന്ന് അച്ഛന് മനസ്സിലാവും എന്ന രീതിയിലുള്ളൊരു മെസ്സേജാണ് അദ്ദേഹം എനിക്ക് അയച്ചത്. ആ മെസ്സേജിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് അപ്പോൾ അദ്ദേഹം പ്രത്യേകിച്ച് അതിനകത്ത് ലിറ്റർജി എന്ന ഭാഗത്തിലെ ചില ഖണ്ഡികകളൊക്കെ വായിക്കാനൊക്കെ ആയിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ പ്രേരണ എന്നെ വല്ലാതെ പ്രേരിപ്പിച്ചതിനാൽ ഞാനെന്നാൽ പിന്നെ ഈ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ ഒന്നും കൂടി എടുത്ത് വായിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിലെ സാക്രോസാന്തും കൺസ്യൂലിയം എന്ന് പറയുന്ന ലിറ്റർജിയെ സംബന്ധിക്കുന്ന ഭാഗം വായിച്ചു വന്നപ്പോൾ പ്രിയപ്പെട്ടൊരു വളരെ ശക്തമായൊരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് എറിഞ്ഞു. അതായത് എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർ, വിശ്വാസികൾ ഈ ഭാഗം വായിച്ചാൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം അതിനകത്തുണ്ട്. വേറെ ഒന്നും ചെയ്യേണ്ട. സെക്കൻഡ് വത്തിക്കാൻ നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങൾ തന്നെ പറയുന്നത് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ അനുസരിച്ചാണ് നിങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിലെ ഈ ഭാഗം നിങ്ങൾ വായിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നത്തിലുള്ള പരിഹാരം അതിനകത്തുണ്ട്. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അത് ജനറൽ നോംസ് എന്ന് പറയുന്ന ഭാഗമാണ്. 22-ാം ഖണ്ഡിക. 22-ാം ഖണ്ഡികയിൽ 1, 2, 3 പാരഗ്രാഫുകളാണ്. വെറും ഇച്ചിരിയുള്ളൂ, അല്പമുള്ളൂ. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. അതിപ്രകാരം 22:1 റെഗുലേഷൻ ഓഫ് ദ സേക്രഡ് ലിറ്റർജി ഡിപ്പെൻഡ്സ് സോൾലി ഓൺ ദ അതോറിറ്റി ഓഫ് ദ ചർച്ച്. അതായത് ലിറ്റർജിയുടെ ഏത് വിധത്തിലുള്ള റെഗുലേഷൻസും മാറ്റങ്ങൾ, അത് ആചരിക്കേണ്ട രീതിയെ സംബന്ധിക്കുന്ന മാറ്റങ്ങളെല്ലാം അത് അതോറിറ്റി ഓഫ് ദ ചർച്ചിലാണ് ഡിപ്പെൻസ്. അതായത് സഭയുടെ അതോറിറ്റിയാണ് അത് തീരുമാനിക്കുക. ദാറ്റ് ഈസ് അതോറിറ്റി എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് വ്യക്തമായിട്ട് പറയും. ദാറ്റ് ഈസ് ഓൺ ദ അപ്പോസ്തോലിക് സീ. ദാറ്റ് ഈസ് പോപ്പാണ് തീരുമാനിക്കുക, വേറെ ആരുമല്ല. അതായത് ലിറ്റർജി എങ്ങനെ പരിക്രമം ചെയ്യണോ, ലിറ്റർജി എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണോ, അതെല്ലാം തീരുമാനിക്കുന്നത് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ പിതാവ് പോപ്പാണ്. ആൻഡ് ആസ് ലോസ് മേ ഡിറ്റർമൈൻ ഓൺ ദ ബിഷപ്പ്. അതായത് നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ ബിഷപ്പുമാർക്കും ആവാം. ഇങ്ങനെയാണ് നിയമം അനുസരിക്കുന്നത് പോലെ. ആസ് ലോസ് മേ ഡിറ്റർമൈൻ, നിയമം അനുസരിക്കുന്നത് പോലെ, അനുവദിക്കുന്നത് പോലെ ബിഷപ്പുമാർക്കും ആവാം. അതായത് ലിറ്റർജി എങ്ങനെ പരികർമ്മം ചെയ്യണമെന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ഇവരാണ്. ഇനി രണ്ടാമത്തെ ഖണ്ഡിക എങ്ങനെയാണ് പറയുക? ഇൻ വെർച്യൂ ഓഫ് പവർ കൺസീഡഡ് ബൈ ദ ലോ, ദ റെഗുലേഷൻ ഓഫ് ദ ലിറ്റർജി വിതിൻ സെർട്ടൈൻ ഡിഫൈൻഡ് ലിമിറ്റ്സ് belongs also to various kinds of competent territorial bodies of bishops legitimately established. ഈ കോമ്പിറ്റൻ്റ് ടെറിട്ടോറിയൽ ബോഡീസ് ഓഫ് ബിഷപ്സ് ലെജിറ്റിമേറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രാദേശിക സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സിനഡിനെ കുറിച്ചാണ് പറയുക, അല്ലെങ്കിൽ ബിഷപ്സ് കോൺഫറൻസ്. ആ സിനഡാണ് തീരുമാനിക്കുന്നത്. ഒരു പ്രാദേശിക സഭയിലെ സിനഡ്, കോമ്പിറ്റൻ്റ് ടെറിട്ടോറിയൽ ബോഡീസ് ഓഫ് ബിഷപ്സ് ലെജിറ്റിമേറ്റ്ലി എസ്റ്റാബ്ലിഷ്ഡ്, നിയമപരമായിട്ട് ലീഗലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന ബിഷപ്പ്മാരുടെ ഒരു ബോഡീസ്, അതായത് സിനഡ്. ആ സിനഡിന് അതായത് വിതിൻ സെർട്ടൈൻ ഡിഫൈൻഡ് ലിമിറ്റ്സ് ബിലോങ്സ് ഓൾസോ ടു വേരിയസ് കൈൻഡ്സ് ഓഫ്. അതങ്ങനെ കുറച്ച് എല്ലാ കാര്യങ്ങളിലും അല്ല, കുറേ കാര്യങ്ങളിൽ ഈ സിനഡിന് കൂടി തീരുമാനിക്കുക. എന്നാൽ ഈ സിനഡ് എന്ത് തീരുമാനം എടുത്താൽ അത് പോപ്പിൻ്റെ അംഗീകാരത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അതാണ് അൾട്ടിമേറ്റ്ലി പോപ്പാണ് തീരുമാനിക്കുക, മാർപ്പാപ്പയാണ് തീരുമാനിക്കുക. ഇനി മൂന്നാമത്തെ ഖണ്ഡിക പറയുന്നത് ദെയർഫോർ, ഇത് നിങ്ങളൊന്ന് ശരിക്കും കണ്ണും കാതും തുറന്ന് നിങ്ങൾ കേൾക്കുക, മനസ്സിലാക്കുക, ഇത് വായിക്കുക, കേൾക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായി. ദെയർഫോർ നോ അതർ പേഴ്സൺ ഈവൻ ഇഫ് ഹീ ബി എ പ്രീസ്റ്റ്. ഇത് കൂടുതൽ എന്നാ മക്കളെ പറഞ്ഞു തരേണ്ടത്? Therefore no other person, even if he be a priest, may add, remove or change anything in the liturgy on his own authority. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും മാറ്റിവെക്കാനോ എന്തെങ്കിലും ചേഞ്ച് വരുത്താനോ ലിറ്റർജിയിൽ ഒരു വൈദികന് അവകാശം ഇല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ബിനോയ് അച്ഛനല്ല,
രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ സാക്രോസാന്തും കൺസൂലിയം എന്ന് പറയുന്ന ലിറ്റർജിയെ സംബന്ധിക്കുന്ന ആ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് സഭയുടെ പഠനം ഇതാണ്. അതുകൊണ്ട് പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ അനുസരിക്കുന്നവരാണ് എങ്കിൽ, ആ കൗൺസിലിലെ പ്രമാണരേഖകൾ അനുസരിക്കുന്നവരാണ് എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ 22, 1, 2, 3 എന്ന് പറയുന്ന ഈ 3 ഭാഗങ്ങൾ, ഈ 3 പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾ എറണാകുളം അങ്കമാലി രൂപതയിലെ ആളുകൾക്ക് അല്ലെങ്കിൽ വൈദികർക്കുള്ള ഉത്തരമുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് 100% അടിവരയിട്ട് പറയാനും സാധിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.